ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞത് വാട്ടർ ബോട്ടിലാണ്. അത് വെറും വാട്ടർ ബോട്ടിലല്ല, വാട്ടർ ബോട്ടിൽ വിത്ത് മോട്ടിവേഷണൽ ടൈം മേക്കർ. അപ്പോൾ ഇത് 3-in-1 ആയിട്ടാണ് കിട്ടുന്നത്. ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇനി 2 ബോട്ടിലും കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡ്രീം വേൾഡ് ഹാപ്പിനെസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിലിൽ 3 ലെയറായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂടി തുറന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 കുപ്പികളായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ഈ യോഗ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ക്യാമ്പിങ്, നമ്മൾ ഓടാൻ പോകുന്ന ആൾക്കാർ, സ്കോപ്പ് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഓഫീസ് യൂസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് യൂസിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാട്ടർ ബോട്ടിൽ തന്നെയാണ് നമ്മുടെ മോട്ടിവേഷണൽ ടൈം മേക്കറായിട്ടുള്ള നമ്മുടെ ഈ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുറന്നു കഴിഞ്ഞ് പറഞ്ഞത് ഇപ്പോൾ 3ാമത്തെ ലെയർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വീണ്ടും ഒരു കുഞ്ഞു കുപ്പി ഉണ്ടാകും. വാട്ടർ ബോട്ടിലിൻ്റെ കളർ എന്ന് പറഞ്ഞത് ബ്ലാക്കും, അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബ്ലൂ ഷെയ്ഡിങ് ആയിട്ടുള്ള കളറും, അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് അങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബ്ലാക്കിൽ തന്നെയായിരിക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ബ്ലാക്ക് തന്നെ പരമാവധി വാങ്ങിക്കാൻ വേണ്ടി നോക്കുക, അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിഞ്ഞാലും ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ചെറിയ വാട്ടർ ബോട്ടിലിൽ മൂടി മാത്രമേ ഉള്ളൂ, നമുക്ക് സക്ക് ചെയ്ത് കുടിക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിലെന്ന് പറഞ്ഞത് ഇതിൽ ചെറിയ പൈപ്പ് നോക്കിയെടുക്കുക. 2ാമത്തെ ബോട്ടിലിന് വേണ്ടിയിട്ട് 2 സ്ട്രോ ഉണ്ടാകും. അതിൽ ചെറിയ സ്ട്രോ എടുത്തിട്ട് നമ്മൾ മൂടിൻ്റെ താഴത്തായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ 2ാമത്തെ ബോട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3ാമത്തെ ബോട്ടിലിനാണ് നമുക്ക് കുറച്ചത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിൽ ഈ പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം മൂടി നേരെ മുറുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ടാകും. അത് അമർത്തി കഴിഞ്ഞാൽ തന്നെ ക്യാപ്പ് തുറന്നോളും. അപ്പോൾ തന്നെ നമുക്ക് അവിടെ താഴത്തൊരു ലോക്ക് ഉണ്ടാകും. ആ ലോക്ക് ഇട്ടതിന് ശേഷം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി തുറക്കത്തില്ല. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, കൈതട്ടിയിട്ട് ഓപ്പണായിട്ട് വെള്ളം പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി നോക്കുക വെള്ളം കുടിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ വലിയ ബോട്ടിൽ എടുക്കുക. വലിയ ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്കിത് ഈ ചെറിയ പൈപ്പില്ലേ, അപ്പോൾ നമുക്ക് പൈപ്പ് എടുത്തതിന് ശേഷം 2 കണക്റ്റിംഗ് ഉണ്ടാകും. അത് 2 തലക്കിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതുപോലെ കണക്ട് ചെയ്യുക. ഒരു ഭാഗത്തെന്ന് പറഞ്ഞത് ആക്ഷനുള്ള റബ്ബർ ബുഷ് പോലത്തെ ഒരു പൈപ്പിൻ്റെ സാധനമായിരിക്കും. 2ാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 2 ഭാഗത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം മൂടി തുറക്കുക. മൂടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഒന്ന് വെച്ചതിന് ശേഷം ഇതിൽ ഓട്ടോമാറ്റിക്കലി സക്കുന്ന ഭാഗം കണക്റ്റിംഗ് ആയിരിക്കില്ല, 2ാമത്തെ ബോട്ടിൽ കണക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആക്ഷനായിട്ട് വന്നിരിക്കുന്ന ആ കണക്ട് ചെയ്ത ഭാഗമാണ് നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്തതിന് ശേഷം തുറന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ലോക്കും കാര്യങ്ങളില്ല. ഇത് പിന്നെ കുറച്ച് ഹാർഡായതുകൊണ്ട് അത്രയോടൊന്നും കൈ തട്ടിയാലും തുറക്കാനില്ല. അപ്പോൾ നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മോട്ടിവേഷൻ കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ടൈമിങ് മോട്ടിവേഷൻ കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ യു ക്യാൻ ഡു ദിസ് way there, keep it up, remember your goals, let's get started, rise and shine. ബോട്ടിലിൻ്റെ 1 സൈഡ് മോട്ടിവേഷൻ കോട്ട്സുകളും അതുപോലെ തന്നെ നമുക്ക് വേറെ സൈഡ് നമുക്ക് വെള്ളത്തിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ബോട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. പിന്നെ വലിയ ബോട്ടിൽ വരുന്നത് 2000 ml ആണ്. പിന്നെ അതിനേക്കാൾ കുറച്ച് ചെറിയ ബോട്ടിൽ എന്ന് പറയുന്നത് 900 ml ആണ്. കുഞ്ഞു ബോട്ടിൽ എന്ന് പറയുന്നത് 250 ml അതിൽ വെള്ളം കൊള്ളുക. അപ്പോൾ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിൽ നിന്ന് അടിച്ച് സെർച്ച് ചെയ്താൽ മതി, പ്രൊഡക്റ്റ് കിട്ടിക്കോളും.